ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻടെക്സൽ ടെക് മലയാളം ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ പൈത്തൺ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ റിയൽ ലൈഫിൽ കുറച്ച് ഫങ്ഷൻസ് ചെയ്യാറില്ലേ? സെയിം സാധനം നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് ചെയ്യുന്നതിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ എന്താ പറയാ, വാഷിംഗ് മെഷീനിൽ നമ്മൾ ആദ്യം എന്താണ് ഒരു ഇൻപുട്ട് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് ക്ലോത്ത്സ് അതിലേക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നുണ്ട്. എന്താ അവിടെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് അത് നമുക്ക് ഒരു പെർഫോം ചെയ്യുന്നില്ല. അവിടെ ഒരു ടാസ്ക്, ആ ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷം നമുക്ക് ക്ലീൻഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് റിട്ടേൺ തരുന്നു, ഔട്ട്പുട്ട് ആയി തരുന്നു. അതേപോലെ സെയിം സംഭവമാണ് നമ്മൾ പൈത്തണിലേക്കും ഫങ്ഷൻസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നു. ആ ഇൻപുട്സ് അവിടെ എന്താണോ ടാസ്ക് ചെയ്യേണ്ടത് ആ ടാസ്ക് അവിടെ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് തരുന്നു പൈത്തൺ. ഇതാണ് ഫങ്ഷൻസ് ചെയ്യുന്നത്. ഞാൻ റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് കണക്ട് ചെയ്തതാണ് വാഷിംഗ് മെഷീൻ്റെ കേസ്. ഇനി നമുക്ക് ഫങ്ഷൻ എന്താണെന്ന് ഡെഫിനിഷനും അതിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇന്നത്തെ സെഷനിൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് വാട്ട് ഈസ് എ ഫങ്ഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. A function is a collection of statements which is made to perform a specific task. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളക്ഷൻ ഓഫ് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സിനാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എ ബ്ലോക്ക് ഓഫ് റീയൂസബിൾ കോഡ്. ഇത് എന്തിനാണ്? നമുക്ക് റീയൂസബിൾ ആണ് ഈ കോഡ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാമിങ് ചെയ്യുന്നു. ആ പ്രോഗ്രാമിങ് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കോഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിന് പകരം ഈ ഫങ്ഷൻ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. അതാണ് റീയൂസബിൾ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ ഫങ്ഷൻ യൂസ് ചെയ്തത് നമ്മൾ അതിനാണ്. നമുക്കിത് റീയൂസബിൾ ആണ്. എഗെയിൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഫങ്ഷൻ ടൈപ്പ് ബ്ലോക്സ് ഓഫ് കോഡ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഫങ്ഷൻ കോൾ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, യൂസ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഹെൽപ്സ് അവോയ്ഡ് റിപ്പീറ്റേഷൻ. എന്താണ്? റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഞാൻ മുകളിൽ റീയൂസബിളിന്റെ കേസിൽ പറഞ്ഞു, നമ്മൾ കോഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് കോഡ് കോൾ ചെയ്യുന്നു, ഫങ്ഷൻ കോൾ ചെയ്യുന്നു. നെക്സ്റ്റ്, മേക്സ് കോഡ് മോഡുലർ ആൻഡ് ഈസി ടു റീഡ്. നമ്മുടെ കോഡ്സ് എപ്പോഴും ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഫങ്ഷൻ കോഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ വാഷിംഗ് മെഷീന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാൽക്കുലേറ്റർ ആപ്പ്. കാൽക്കുലേറ്റർ ആപ്പിന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ നമ്മുടെ കയ്യിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റർ. ഈ കാൽക്കുലേറ്ററിൽ ഫസ്റ്റ് നമ്മളിപ്പോ എനിക്ക് രണ്ട് വാല്യൂസ് ആഡ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് രണ്ട് വാല്യൂസ് ഞാനിവിടെ ഇൻപുട്ട് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാൽക്കുലേറ്ററിലേക്ക് ഞാൻ ഇൻപുട്ട് ആയിട്ട് 2 വാല്യൂസ് കൊടുക്കുന്നു. ഇപ്പൊ 2 + 2 എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് ആഡ് ചെയ്തു, എൻ്റർ ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഈ 2 + 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ഫംഗ്ഷൻ നടക്കുന്നു. അതിനുശേഷം കാൽക്കുലേറ്റർ നമുക്ക് തരുന്ന ഔട്ട്പുട്ടാണ് 2 + 2 4 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നു, അവിടെ ഫംഗ്ഷൻ നടക്കുന്നു, നമുക്ക് അത് ഔട്ട്പുട്ട് റിട്ടേൺ തരുന്നു. ഇതാണ് ഫംഗ്ഷന്റെ ഒരു ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഫംഗ്ഷൻ ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4 ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ, അതായത് യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ഫംഗ്ഷൻസ്. നമുക്കൊരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഒരു കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഡിഫ് കീവേഡ്. ഡിഫ് കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ ഈസ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ബൈ പൈത്തൺ. അതായത് പൈത്തണിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. അതിനെ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യോ ബ്ലോക്സ് ഓഫ് കോഡ്സ് കൊടുക്കോ ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നു.
അതിന്റെ എക്സാമ്പിൾ ആണ് പ്രിന്റ്, ലെങ്ത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ലെങ്ത്തിന് LENO എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതെന്താണ്? ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ ഇവിടെ ജസ്റ്റ് യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ് നോക്കാം. ലാംഡ ഫങ്ഷൻസ്. ലാംഡ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു അനോണിമസ് ഫംഗ്ഷൻ ആണ്. അനോണിമസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മുന്നേ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഉണ്ട്. ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ സിൻടാക്സ് ഉണ്ട്, അതായത് ഒരു ബോഡി ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നു, അതിനുശേഷം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനെ ഒരു 2-3 ലൈൻസ് വരും. ബട്ട് ഈ ലാംഡ ഫംഗ്ഷന്റെ കേസിൽ എന്ന് വെച്ചാൽ അത് ഒരു 1 ലൈന് മാത്രമേ ഉണ്ടാവും. 1 ലൈനിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതാണ് ലാംഡ ഫംഗ്ഷൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആണ്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ് സെൽഫ്. അതായത് ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ എ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഈസ് എ ക്രിയേറ്റഡ് യൂസിംഗ് ദ ഡിഫ് കീവേഡ്സ് ഫോളോഡ് ബൈ ദ ഫംഗ്ഷൻ നെയിം ആൻഡ് പാരന്തീസിസ്. ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഡിഫ് കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് എപ്പോഴും ഡിഫ് കീവേഡ് ആണ്. ദെൻ നമ്മൾ ഒരു ഫംഗ്ഷൻ നെയിമും കൊടുക്കണം, പാരന്തീസിസ് ഓപ്പണും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് യൂസർ ഡിഫൈൻ ഫംഗ്ഷന്റെ ഒരു ബോഡിയാണ്. ഫസ്റ്റ് നമ്മൾ ഡിഫ് കീവേഡ് യൂസ് ചെയ്യുന്നു, ദെൻ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നു. എന്താണോ ഇപ്പൊ എനിക്ക് എന്താണോ എന്റെ ഫംഗ്ഷൻ ചെയ്യേണ്ടത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ നെയിമാണ് അവിടെ കൊടുക്കുന്നത്. അതിനുശേഷം പാരന്തീസിസ് ഓപ്പൺ ചെയ്ത്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണോ ആ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. ദെൻ നമ്മൾ കോഡ്സ്, ബ്ലോക്ക് ഓഫ് കോഡ്സ് എൻ്റർ ചെയ്യുന്നു, നമ്മുടെ സ്പെസിഫിക് ടാസ്ക് ചെയ്യേണ്ട കോഡ്സ് കൊടുക്കുന്നു. ദെൻ റിട്ടേൺ യൂസ് ചെയ്തിട്ട് റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഇത്ര വരെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരിക്കലും ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ. ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്? ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. അപ്പൊ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നില്ലേ, ആ ഫംഗ്ഷൻ നെയിമും അതിൻ്റെ ഉള്ളിൽ പാരാമീറ്റേഴ്സിന് വാല്യൂ കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ സിൻടാക്സ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്, റെഡിൽ കാണുന്നത് സിൻടാക്സ് ആണ്. ദെൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു 2 വാല്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്താണ് ചെയ്തിട്ടുള്ളത്? ഡിഫ് കീവേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റാർട്ട് ചെയ്തു. ഡിഫ്, ദെൻ ഫംഗ്ഷൻ നെയിം കൊടുത്തു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ എനിക്ക് ചെയ്യേണ്ടത്, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് കൊണ്ട് മൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നെയിം കൊടുത്തു. ദെൻ മൾട്ട് ഓഫ്, ദെൻ പാരാമീറ്റേഴ്സ്. 2 വാല്യൂസ് ആണ് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അപ്പൊ 2 പാരാമീറ്റേഴ്സ് അല്ല അവിടെ ഉള്ളത്. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 2 പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്തു, A, B. ദെൻ സി ഈക്വൽ ടു, നെക്സ്റ്റ് എന്താ വരുന്നത്? നമ്മുടെ ടാസ്ക് അവിടെ ഡിഫൈൻ ചെയ്യണം. എന്താണോ ചെയ്യേണ്ടത് അത് അവിടെ ടാസ്ക് അവിടെ കാണിക്കണം, കോഡ്സ്. സി ഈക്വൽ ടു A ഇൻറ്റു A മൾട്ടിപ്ലിക്കേഷൻ B, അതായത് നമ്മുടെ ടാസ്ക് ആണ്. അപ്പൊ അത് അവിടെ കൊടുത്തു. ദെൻ റിട്ടേൺ സി, നമുക്ക് എന്താണ് സിന്റെ വാല്യൂ ആണ് അവിടെ റിട്ടേൺ ചെയ്യേണ്ടത്, അതുകൊണ്ട് റിട്ടേൺ സി കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഞാൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ദെൻ മൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ നെയിം ആണ്. മൾട്ട് ഓഫ്, അതിൽ നമുക്ക് ഏത് 2 വാല്യൂസ് ആണോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ആ വാല്യൂസ് അവിടെ കൊടുക്കുന്നു. ദെൻ 20,10. അപ്പൊ നമുക്ക് പ്രിന്റ് ഓഫ് പ്രോഡക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ ഇപ്പൊ 20 × 10 എന്നുള്ള രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് അവിടെ പ്രിന്റ് ചെയ്ത് വരും. ഇതാണ് ഒരു ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഇത്. ഇനി ഇതിപ്പോ മൾട്ടിപ്ലിക്കേഷന് പകരം അഡിഷൻ ആണെങ്കിലോ, മൾട്ടിന്റെ എടുക്കാൻ എനിക്ക് ആഡ് കൊടുക്കാം, ദെൻ സിന്റെ എടുക്കാം, ടാസ്കിന്റെ എടുക്കാം, A ഇൻറ്റു ബിന് പകരം A+B കൊടുക്കാം. ദെൻ അഡിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു ഫംഗ്ഷന്റെ ബേസിക് സ്ട്രക്ചർ. അപ്പൊ ഈ സെഷനിൽ ഞാൻ തിയററ്റിക്കൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ പ്രാക്ടിക്കൽ നമുക്ക് വേറൊരു സെഷനിൽ നോക്കാം.
അപ്പൊ ജസ്റ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ ബോഡി വരുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിലേക്ക് നോക്കാം. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? Built-in functions are functions that are already provided by Python. You can use them without writing your own function definition. അതായത് പൈത്തണിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അത് നമ്മൾ എങ്ങനെയാ, നമ്മൾ കോഡ്സോ ഇതോ ഒന്നും നമ്മുടെ അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഡെഫിനിഷനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പൈത്തണിലുള്ള ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അതാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഇവിടെ ഞാൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്, മാക്സിമം, മിനിമം, സം, സോർട്ടഡ്, ലിസ്റ്റ്, എനി, ഓൾ, ഇതൊക്കെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. ഇതൊക്കെ പൈത്തണിൽ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്, നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വൺ ആണ് ലാംഡ ഫംഗ്ഷൻ. ലാംഡ ഫംഗ്ഷൻ എന്താണ്? ഡെഫിനിഷൻ നോക്കാം നമുക്ക്. A lambda function is a small anonymous function. It doesn't use the diff keywords and has no name. നമ്മൾ ഇതിനെ അനോണിമസ് ഫംഗ്ഷൻ എന്നാണ് ലാംഡ ഫംഗ്ഷനെ വിളിക്കുന്നത്. ലാംഡ ഫംഗ്ഷനെ അനോണിമസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നതിന് കാരണം തന്നെ ഇവിടെ നമ്മൾ ഡിഫ് കീവേഡ്സ് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷന് നെയിമോ ഒന്നും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ലാംഡ ആർഗ്യുമെന്റ്സ് എക്സ്പ്രഷൻ, അത്രയേ ഉള്ളൂ ഇതിന്റെ സിന്റാക്സ്. ജസ്റ്റ് വൺ ലൈൻ ആണ്. അപ്പോൾ നമ്മൾ മുന്നേ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്ത്? ഡിഫ് കീവേഡ്സ് യൂസ് ചെയ്തു, ഫംഗ്ഷൻ നെയിം കൊടുത്തു, പാരന്തീസിസ് ഓപ്പൺ ചെയ്തു, വേരിയബിൾസ് ഡിഫൈൻ ചെയ്തു, ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. ബട്ട് ഈ കേസിൽ ലാംഡ ഫംഗ്ഷന്റെ കേസിൽ ജസ്റ്റ് വൺ ലൈൻ മാത്രം. അപ്പൊ ഫസ്റ്റ് എൽ ഈക്വൽ ടു ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് ആർഗ്യുമെന്റ്സ് കൊടുക്കുക. ലാംഡ ഓഫ്, ഇനി നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തു. ദെൻ പ്രിന്റ് ഓഫ് എൽ ഓഫ് എന്താണോ എക്സിന്റെ വാല്യൂ അതാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പൊ ഇവിടെ 2 ആയപ്പോ 2 ഇൻറ്റു 2 എന്നുള്ള രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. എക്സ് ഇൻറ്റു എക്സ് അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതാണ് ലാംഡ ഫംഗ്ഷൻ. ജസ്റ്റ് വൺ ലൈനിൽ നമ്മൾ ലാംഡ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആണ്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ്സെൽഫ് ടു സോൾവ് എ സ്മോളർ പാർട്ട് ഓഫ് ദ പ്രോബ്ലം. അതായത് ഇതിന്റെ ഒരു ചെറിയ പാർട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫംഗ്ഷനിൽ തന്നെ ആ ഫംഗ്ഷൻ നെയിം കോൾ ചെയ്യുന്നു. അതിനാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ സിന്റാക്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിഫ് കീവേഡ്സ് യൂസ് ചെയ്ത് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ദെൻ ഫംഗ്ഷൻ നെയിം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫ് കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ നെയിം കോൾ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിഫ് കീവേഡ്സ് യൂസ് ചെയ്തിട്ട് ഫാക്ടോറിയൽ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിഫ് കീവേഡ്സ് യൂസ് ചെയ്ത് ഫംഗ്ഷൻ നെയിം സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഫാക്ടോറിയൽ ഓഫ്, ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഫംഗ്ഷൻ നെയിം ആണ്, ഫാക്ടോറിയൽ ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ ഉള്ളിൽ ഡിഫൈൻ ചെയ്തു. ദെൻ അതിനുള്ളിലേക്ക് ഒരു കണ്ടീഷൻ കൊടുത്തു. ഈ കണ്ടീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി റൺ ആയിക്കൊണ്ടേ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്താണ് ഞാൻ കണ്ടീഷൻ കൊടുത്തില്ലേ, ഇഫ് എൻ ഈക്വൽ ടു 1, എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ റിട്ടേൺ 1 എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യണം. ഇല്ലെങ്കിൽ എൽസ് യൂസ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ എന്താണ് റിട്ടേൺ എൻ ഇൻറ്റു ഫാക്ടോറിയൽ എൻ മൈനസ് 1. അതായത് ഇവിടെ ഞാൻ എഗെയിൻ ഫംഗ്ഷൻ നെയിം കോൾ ചെയ്തു, റിട്ടേൺ ഓഫ് എൻ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് എൻ മൈനസ് 1 ആണ്. ആ ഫംഗ്ഷൻ നെയിം അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് റിക്കേഴ്സീവ് കോൾ എന്ന് പറയുന്നത്. അതായത് എ ഫംഗ്ഷൻ ദാറ്റ് കോൾസ് ഇറ്റ്സെൽഫ്, അതിന്റെ ഉള്ളിൽ തന്നെ അതിനെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു നമ്മൾ. അപ്പൊ അതിനെയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, പ്രിന്റ് ഓഫ് ഫാക്ടോറിയൽ ഓഫ് 5 എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഇതാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫംഗ്ഷന്റെ കേസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഫംഗ്ഷൻ എന്താണ്, ദെൻ ഫംഗ്ഷന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് നോക്കി, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, ലാംഡ ഫംഗ്ഷൻ, റിക്കേഴ്സീവ് ഫംഗ്ഷൻ, ആ 4 ടൈപ്സ് ഓഫ് ഫംഗ്ഷനും അതിന്റെ കോൺസെപ്റ്റും അതിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ എക്സാമ്പിൾസ് നോക്കി. ഇനി നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ നെക്സ്റ്റ് സെഷനിൽ നോക്കാം. അപ്പൊ